സിത്താര സമയം പാർ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാനാണെങ്കിൽ ഒരു കൊച്ചു സിമ്പിൾ അടിപൊളി പടം. എനിക്ക് അങ്ങനെയാണ് ഈ സിനിമ ഡിസ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നത്. റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് നമ്മുടെ താരെ സമീൻ പാറിൻ്റെ ഒരു സ്പിരിച്വൽ സക്സസ് ആയിട്ടുള്ള ഫിലിമാണ്. പക്ഷേ ആ സിനിമ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നമുക്കിതൊരു സ്റ്റാൻഡ് അലോൺ ഫിലിമായിട്ട് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ അമീർ ഖാൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ പോലും ആ സിനിമയിലെ ക്യാരക്ടർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് 2018 ഒരു സ്പാനിഷ് ഫിലിം ചാമ്പ്യൻസ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ റീമേക്കാണ്. സിനിമയുടെ ലാസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിനിമ ഇറങ്ങിയ സമയത്ത് കുറച്ച് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ CBSE സർട്ടിഫിക്കറ്റ്, നമ്മുടെ സെൻസസ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതായത് സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നരേന്ദ്രമോദിയുടെ ഒരു കോട്ട് ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് 2047 മറ്റേ വികസിത് ഭാരതൊക്കെ ഇല്ലേ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് ആഡ് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും സിനിമയിൽ ഈ ഒരു സംഭവം എന്തായാലും ഉണ്ടായിരുന്നു. എന്തായാലും ഒരു സബ് ടൈറ്റിലായാലും എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. സബ് ടൈറ്റിലുണ്ട്, നല്ല സബ് ടൈറ്റിൽ തന്നെയാണ്. ഞാൻ ഏരിയസ് പ്ലസിനാണ് കണ്ടത്. ഒരു 10-15 പേരെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഓഡിയൻസ് ആയിരുന്നു. അതുകൊണ്ട് അടിപൊളിയായിരുന്നു ആ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒറിജിനലെ കണ്ടിട്ടില്ല, അതായത് നമ്മുടെ ചാമ്പ്യൻസ് കണ്ടിട്ടില്ല. ആ ഒരു രീതിക്കാണ് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൊച്ചു പടമാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ അമീർ ഖാൻ അവതരിപ്പിക്കുന്ന ഗുൽഷൻ അറോറ എന്ന് പറയുന്ന കഥാപാത്രം ഒരു ചെറിയ തെറ്റ് ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് കോടതി കമ്മ്യൂണിറ്റി സർവീസ് പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കുകയും. നമുക്കറിയാം നമ്മുടെ BNS ഒക്കെ വന്നതിന് ശേഷം, ഭാരതീയ ന്യായ സമിതി വന്നതിന് ശേഷം ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർവീസാണ് പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കുക. അതായത് പിന്നെ ഹോസ്പിറ്റലിൽ പോയി നിൽക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ. നമ്മുടെ സഞ്ജു ടെക്കിക്ക് ഓർമ്മയില്ലേ കൊടുത്തത് MVD, അതുപോലത്തെ സെറ്റപ്പ്. അപ്പോൾ എന്തായാലും നമ്മുടെ അമീർ ഖാനെ കിട്ടിയത്, അതായത് നമ്മുടെ ഗുൽഷൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് കിട്ടിയത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ബാസ്കറ്റ് ബോൾ കോച്ചിങ് കൊടുക്കുക, അവരുടെ കോച്ചാവുക എന്നുള്ളതാണ്. ഈ ഒരു കഥാപാത്രം ഒരു ബാസ്കറ്റ് ബോൾ കോച്ചായിരുന്നു അല്ലെങ്കിലും, അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. ഒട്ടും താല്പര്യമില്ലാതെ ഈ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ കോച്ച് ചെയ്യാൻ പോവുകയും പിന്നെ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അവിടെ വരുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളത്, ആ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അതിൽ ഓരോ ക്യാരക്ടേഴ്സും നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും സിനിമ കഴിയുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ഗുഡ്ഡു, ബണ്ടു, ഹരിഗോവിന്ദ്, ഖുറേഷി, അങ്ങനെ ഒരു 10-15 ഒരു ടീമിലുള്ളവരുണ്ടല്ലോ, അവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആ ഒരു രീതിക്കാണ് ഈ ഒരു സിനിമ മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ഈ സിനിമ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓരോരുത്തരുടെ മാനറിസം എന്താണ്, അവരെന്താണ് ഡിഫറൻ്റ് ആക്കുന്നത്, ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് പതിയും. ജെന്നിലേക്ക് ഒരു ടിപ്പിക്കൽ റോളാണെങ്കിൽ പോലും പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ തമ്മിലുള്ള നമ്മുടെ അമീർ ഖാൻ്റെ കഥാപാത്രവും ജനീലയുടെ കഥാപാത്രവും തമ്മിലുള്ള കുറച്ച് ഇമോഷണൽ സീക്വൻസ്, അത് മാത്രം എനിക്ക് ചെറിയൊരു കല്ലുകടി പോലെ ഇടയ്ക്ക് കുറച്ച് ലാഗിങ് പോലെയൊക്കെ ഇടയ്ക്ക് തോന്നിയായിരുന്നു. പക്ഷേ സിനിമയുടെ ടോട്ടൽ എക്സ്പീരിയൻസിന് അത് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. പിന്നെ കുറച്ച് കോമഡീസ് ഉണ്ട്. കോമഡീസ് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുന്ന അങ്ങനത്തെ കോമഡീസ് ഇല്ല, ചെറിയ കോമഡി, അതൊക്കെ തിയേറ്ററിൽ വർക്കാവുന്നുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പാട്ടുകൾ അത്യാവശ്യം നന്നായിരുന്നു. ഈ ഒരു സിറ്റുവേഷനൊക്കെ മാച്ച് ചെയ്ത് തന്നെയായിരുന്നു പാട്ടുകളൊക്കെ പറയുന്നത്. പിന്നെ സിനിമയുടെ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ആ ഒരു ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആ ഒരു ഇമോഷണൽ സീക്വൻസ് ആണെങ്കിലും അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സിനിമയിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതിന് ഒരു അടിപൊളി വേറെ ലെവൽ സിനിമ ഞാൻ അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഒരു നൈസ് പടം അങ്ങനെ പറയാൻ പറ്റും. നല്ല പടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി ധൈര്യമായിട്ട് കാണാം, ടിക്കറ്റ് എടുക്കാം. 2.5 മണിക്കൂറുണ്ട് സിനിമ, പക്ഷെ അത് പോകുന്ന അറിയത്തില്ല. അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ജനലിയായിട്ട് ഉള്ള ഒരു ചെറിയ ഒരു പോർഷൻസ് മാത്രമേ എനിക്ക് കുറച്ച് ലാഗായിട്ടുള്ളൂ. മൊത്തത്തിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളോടും കാണാനേ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. ആരെങ്കിലും കാണാതെ ഉണ്ടെങ്കിൽ, ഞാൻ ചാമ്പ്യൻ കണ്ടിട്ടില്ല, ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അത് കണ്ടവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറ, നിങ്ങൾക്ക് കമ്പയർ ചെയ്തപ്പോൾ എങ്ങനെയാണ്. ഞാൻ എന്തായാലും ഇനി കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോ കാണുന്നവരെ